മലപ്പുറം കിഴിശ്ശേരിയിലെ ഓട്ടോ ഡ്രൈവറായിരുന്ന ഷൗക്കത്തിന്റെ മരണശേഷം വ്യാപക പ്രതിഷേധമാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഏജന്റുമാർക്കെതിരെ, ഇവർക്ക് സഹായം നൽകുന്ന MVD ഉദ്യോഗസ്ഥർക്കെതിരെ, ഒരു കൂട്ടം MVD ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൗക്കത്തിന്റെ വീടിന് മുൻപിലാണ്. ഇവിടെ ഷൗക്കത്തിന്റെ ഓട്ടോ കാണാൻ സാധിക്കും. നിരവധി സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്. ഈ ഏജന്റുമാരായിട്ടുള്ള ആളുകൾക്കെതിരെ വലിയ പ്രതിഷേധം അല്ലേ? ഈ സംഭവത്തോടു കൂടി അത്തരം ആളുകളുടെ ഇടപെടൽ തന്നെ പുറത്തു വരണം എന്നാണ് പറയുന്നത്. അതെ, നമ്മൾ ആവശ്യം അത്രേ ഉള്ളൂ. ഏജന്റുമാരില്ലാണ്ട് ഒരു സാധാരണ ഒരു തൊഴിലാളി MVD ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫിറ്റ്നസ് കിട്ടുന്ന, അവരുടെ പേപ്പർ ക്ലിയർ ആവുന്ന രീതി ഉണ്ടാവണം. അത്രേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ആ ഒരൊറ്റ കാര്യത്തിനുമായിട്ട് ഞങ്ങൾ ജനങ്ങൾ, കാരണം ഇയാൾ രക്തസാക്ഷിയാണ് സത്യം പറഞ്ഞാൽ. ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിനെതിരെയുള്ള രക്തസാക്ഷി തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഷൗക്കത്ത്. മരണം നടക്കുന്നതിന് മുൻപും ഒരുപാട് ഷൗക്കത്തുമാർ ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. ഒരു സംശയമില്ല, ഒരുപാട് ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കീഴ്ശ്ശേരി ട്രാക്കിൽ ഓടുന്ന വണ്ടിയാണ്. ഈ കീഴ്ശ്ശേരി വന്നാൽ തന്നെ ഒരുപാട് ഡ്രൈവർമാരെ നമുക്ക് പരിചയമുണ്ട്. ഇതുമായിട്ട് ഏജന്റ് ഇല്ലാതെ നേരിട്ട് ചെന്നിട്ട് മടക്കി വിട്ടുള്ള ആളുകൾ. ഈ ഷൗക്കത്തിൻ്റെ പ്രശ്നം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ആൾ ഏജന്റിൻ്റെ അടുത്ത് ചെന്നിട്ട് സ്ലോട്ട് കൊടുക്കുന്നില്ല. ഏജന്റുമാർ അവസാനം ഒരു ഏജന്റ് അദ്ദേഹത്തോട് പറയാം, ഇനി ഏത് ഏജന്റ് അടുത്ത് ചെന്നിട്ടും കാര്യം നിനക്ക് കിട്ടൂല. കാരണം എന്താ, നിൻ്റെയൊക്കെ ഫോൺ നമ്പറും നിൻ്റെ വണ്ടി നമ്പറും ഡീറ്റെയിലൊക്കെ ഞങ്ങളെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവസാനം പറഞ്ഞാൽ 4000 തന്നാളാ, 4000 ഉറുപ്പ്യ തന്നാളൊരു വണ്ടീൻ്റെ ഫിറ്റ്നസ് എടുക്കാനേ. 500-600 ഒരു ഓട്ടോ തൊഴിലാളിക്ക് വൈകുന്നേരം വരെ ഓടിയാ കിട്ടുന്നത്. വിഷയത്തിൽ പ്രത്യേക വീഴ്ചയൊന്നും സംഭവിച്ചില്ല എന്ന രീതിയിലാണ് പ്രാഥമിക റിപ്പോർട്ടൊക്കെ പോയിട്ടുള്ളത്. അല്ല, ഉദ്യോഗസ്ഥന്മാരല്ലേ ഒരു സംരക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുള്ളൂ. എന്തായാലും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുന്നവരെ നിങ്ങളുടെ പ്രതിഷേധവും അത്തരത്തിലുള്ള നിലപാടൊക്കെ തുടരും. അത് ഞങ്ങൾ പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെയൊക്കെ ഏതറ്റം വരെ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഞങ്ങൾ ഓട്ടോ തൊഴിലാളികളുണ്ട്, നാട്ടുകാരുണ്ട്, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഏതറ്റം വരെ പോകാനും ഞങ്ങൾ റെഡിയാണ്. ഏജന്റുമാർ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഫിറ്റ്നസ് എടുക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ആ ഭാഗത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഏജന്റ് ഇല്ലാത്തൊരു വണ്ടിയെ ആർട്ടിയോ നോക്കൂല. അതിനതിന് ഏറ്റവും വലിയ ശാപമാണ്. സാധാരണക്കാരൻ ഓൺലൈനിൽ ഫീസ് അടച്ചാണ്ട് ഒരു വണ്ടി ഫിറ്റ്നസ് എടുക്കാൻ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവരാ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യില്ല, അങ്ങോട്ട് മാറ്റി നിർത്തുന്നതാണ് പറയുന്നത്. ഈ പ്രണത തന്നെ ആദ്യം മാറ്റിയെടുക്കണം. അതിന് ഓട്ടോ കോർഡിനേഷൻ്റെ നേതൃത്വത്തിൽ RTOക്കും അരീക്കോട് പോലീസിലും പിന്നെ കൊണ്ടോട്ടി പോലീസിലും പിന്നെ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിലവിൽ ഈ ഷൗക്കത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഷൗക്കത്ത് തന്നെ പുറത്തുവിട്ട പല വെളിപ്പെടുത്തലുകളുമുണ്ട്. അതിൽ ഏജന്റുമാരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏജന്റുമാർ മൂലമുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെ പേരെന്താ? എൻ്റെ മുബഷിർ. എന്താ പറഞ്ഞിരുന്നു? അവന് ഞാൻ ഈ വിഷയമായിട്ട് കഴിഞ്ഞ ദിവസത്തോട് സംസാരിച്ചത്, ഈ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞോണ്ട് ഈ ഒരു കാര്യം ചെയ്യ്, ഏജൻറ്റിന് പൈസ കൊടുത്തിട്ട് ബ്രേക്ക് എടുക്ക്, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനായിട്ട് ലീഗലായിട്ട് അതിൻ്റെ വിവരാവകാശത്തിൽ ലീഗലായിട്ട് നീങ്ങാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ ഈ വിഷയം എന്നോട് പറയുന്നത്, ഞാൻ ഏജൻറ്റുമാരായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവരെ ഗ്രൂപ്പുകളിൽ ഇവൻ്റെ ഫോട്ടോയും വണ്ടിയുടെ ഡീറ്റെയിൽസും നമ്പറൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ RTO അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് നിങ്ങൾ ആരും അറ്റൻഡ് ചെയ്യരുത്, ഈ കേസിൽ അവൻ സ്വയം നടക്കട്ടെ. അതായത് ശരിക്കൊരു പ്രതികാര ബുദ്ധിയോട് കൂടി അവനെ ശരിക്കൊണ്ട് നടത്തിച്ചു RTO. അതാണ് അതിൻ്റെ ശരിയായത്. എന്നിട്ട് എന്ത് ചെയ്തു, അവനായിട്ട് നിങ്ങൾ കേസും കൊണ്ടുവരരുത്, ഞങ്ങൾ ബ്രേക്ക് തരൂല എന്നുള്ളതാണ് ഏജൻറ്റുമാർ അവനോട് പറഞ്ഞത്. ആ ഒരു വിഷമം കൂടി ഒക്കെ ആയിട്ട് ഞാൻ ഈ മരണത്തിൻ്റെ ഒരു ദിവസം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ ഇത് കാണുന്ന പല ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, വാഹനത്തിന് ഫിറ്റ്നസ് കിട്ടാത്തൊരു മനുഷ്യനൊക്കെ എങ്ങനെ ജീവൻ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. പക്ഷേ ആ മനുഷ്യൻ ദീർഘകാലമായിട്ട് ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ പേരിൽ പലയിടങ്ങളിൽ കയറി ഇറങ്ങിയതാണ്. അതുമൂലമുള്ള വലിയ പ്രയാസം നേരിട്ടിരുന്നു. അത് ഏത് തരത്തിലാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ വണ്ടി തന്നെ ഒരു പ്രാവശ്യം പെയിൻറ്റ് ചെയ്ത് കൊണ്ടുപോയി, എന്നിട്ടൊരു ഡോട്ട് ഉണ്ട് പറഞ്ഞിട്ട് തിരിച്ചയച്ചു. രണ്ടാമത് ചെല്ലുമ്പോഴാണ് ഈ വിഷയം പറയുന്നത്. ഇതേ വണ്ടിക്ക് തന്നെ 2 പ്രാവശ്യം ബ്രേക്ക് കിട്ടിയതാണ്. കീശ്ശേരി കൊണ്ടോട്ടി ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഇഷ്ടം പോലെ വണ്ടികൾ ഈ പണികളുണ്ട്, ഇതേ പണിയുള്ള വണ്ടികൾ ഓടുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ, ഇങ്ങനെ ഇത് നിയമവിരുദ്ധമാണെങ്കിൽ അതൊരു പുനർപരിശോധന നടത്തേണ്ട ഒരു അവസരം അല്ലേ എത്തിയത്. ഇപ്പോൾ ഈ ഇത്ര പണികളുള്ള മുഴുവൻ വണ്ടികൾക്കും നിയമവിരുദ്ധമായിട്ട് RTO കൊടുത്തത്, ഏജൻറ്റ് മുഖാന്തരം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഇതുണ്ടെങ്കിലും ഇപ്പോൾ അവിടെ കിട്ടും. അങ്ങനെ വന്നാൽ ഏജൻറ്റും RTO എന്നുള്ള നല്ലൊരു കൂട്ടുകെട്ടിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതൊരു പുനർപരിശോധന കൂടി നടത്തേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് അനിയേട്ടൻ ഷൗക്കത്തിനെ ആഴത്തിൽ അറിയുന്നൊരു വ്യക്തി കൂടിയായിരുന്നല്ലേ? വലിയ സങ്കടം ഉണ്ടാക്കുന്ന സംഭവമാണ് അല്ലേ? ഇതിലിനി നീതി അല്ലാതെ മറ്റൊരു പരിഹാരമില്ല. ഒരു ഷൗക്കത്തിൻ്റെ മരണം ഇങ്ങനെ സംഭവിച്ചു, പക്ഷേ ഇനിയൊരു ഷൗക്കത്തുമാരുണ്ടാവാതിരിക്കാൻ അധികൃതർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു MVDയുടെ അടുത്ത് നമ്മൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുന്ന കാലമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അപേക്ഷ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഒരു ഏജൻസിയും
ഏജൻറ്റ് മുഖേന പുതുക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കഴിയാതെ വന്നിട്ട് ഒരു ഏജൻറ്റ് മുഖേന പോകാൻ പിന്നെ നോക്കുമ്പം ഈ ഏജൻറ്റുമാർ ആരും എടുക്കണില്ല എന്നുള്ളൊരു ഇത് വരും. അങ്ങനെ വന്ന് മാനസികമായിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ. ഇനി എനിക്കിതിങ്ങനെ സംഭവിച്ചു, പക്ഷേ വേറൊരാൾക്ക് ഇനി സംഭവിക്കരുത്. അത് ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നടക്കണം. അത് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണമായിട്ട് കാര്യമില്ലല്ലോ. അതാണ് നാട്ടുകാരായിട്ടുള്ള ആളുകളാണ്, ഓട്ടോ തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ്. നടപടി എന്ന് പറയുമ്പോൾ കേവലം അന്വേഷണം മാത്രം പോരാ. അതായത് ഇത് തെറ്റ് ചെയ്ത് ഉദ്യോഗസ്ഥനുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ്റെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇതുപോലത്തെ ഒരു അനുഭവം ഇനി ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. ഇതൊരു ഷൗക്കത്ത് ഇതൊരു മരണം എന്തിനാണെന്ന് വെച്ചാൽ സാധാരണ ഈ ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികൾക്ക് ഈ നേരിട്ടുള്ള ഓൺലൈൻ സംവിധാനം എന്ന് പറഞ്ഞാൽ അത് പ്രചോദനപ്പെടുത്താനുള്ളതാണ്. അത് ഈ ഏജൻറ്റിൻ്റെ കയ്യിലൂടെ അല്ലാതെ ഇത് നടക്കില്ല എന്നുള്ള ഒരു രാഷ്ട്രീയമായ ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ ഏജൻറ്റുമായിട്ടുള്ള അവിഹിത കൂട്ടുകെട്ട് അത് ഇനി കേരളത്തിൽ പാടില്ല. സാധാരണക്കാർക്ക് എന്ത് ചെയ്യണം? ഈ ഓൺലൈൻ സംവിധാനത്തിൽ കൂടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ MVD വാഹനത്തിന് ഫിറ്റ്നസ് കൊടുക്കണം. ഏജൻറ്റിൻ്റെ കൈകളിലൂടെ അല്ലാതെ ഇത് തരില്ല എന്നുള്ളൊരു രൂപം. ഏജന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ സംവിധാനം നടപ്പിലാക്കേണ്ടത്? സാധാരണ നടക്കേണ്ട രീതിയാണ്, പക്ഷേ നിലവിൽ ഇവിടെ നടക്കാതെ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചാണ് അവരൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഷൗക്കത്തുമാർ ഇവിടെ ഉണ്ടാകരുത് അല്ലേ? അതല്ലേ നമുക്ക് പറയാനുള്ളത്. അവൻ്റെ മരണം സംഭവിച്ചു പോയി, ഇനി അങ്ങനെ ആരും ഉണ്ടാകാൻ പാടില്ല. അതിന് നമുക്ക് ആഭ്യന്തരമന്ത്രിയോടും പിന്നെ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ പറയണം, ഇതൊരു വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് പിന്നെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണം. കാരണം ഈ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ, യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ഇനി ആർക്കും വരരുത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. നവംബർ 2025 ഇയാൾ ഫിറ്റ്നസിന് വേണ്ടി ഫീസ് അടച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവർക്ക് ഇത് അന്വേഷിച്ചു, ഒരു പെയിൻറ്റിൻ്റെ പ്രശ്നം പറഞ്ഞു, പെയിൻറ്റ് അടിച്ചു പോയി. രണ്ടാമത് കാണിച്ചവൻ പറഞ്ഞു മുമ്പ് രണ്ടാമത് കാണിച്ചപ്പോഴാണ് സ്റ്റീലിൻ്റെ പ്രശ്നം പറയണത്. നവംബർ 2025 നവംബർ മാസം ഫിറ്റ്നസിന് ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്ര കാലം വൈകിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ ഒരു സ്ലോട്ട് കൊടുക്കുന്നില്ല. ഒരു സ്ലോട്ട് രണ്ടാമത് ഫിറ്റ്നസ് ഡേറ്റ് വരുന്ന സ്ലോട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. വൻപിച്ചെന്താ പറയുക, ഒരു പ്രതികാര നടപടി തന്നെയായിരുന്നു MVDൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഇതിനി ഉണ്ടാവാൻ പാടില്ല. ഇതോടുകൂടി നിൽക്കണം. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടി എടുക്കണം. ഒരു സസ്പെൻഷൻ സാധാരണ ഉണ്ടാവുന്ന പരിപാടിയാണ്. ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും കോത്തായത്തേക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും. അതൊന്നും പറ്റൂല. ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി എടുക്കണം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കാൻ തന്നെ വേണം. ഞങ്ങൾ ആവശ്യം അതാണ്. അതിനെതിരെ എന്ത് പ്രതിഷേധത്തിനും ഞങ്ങൾ ഇനി റെഡിയാണ് അതിന് വേണ്ടിയിട്ട്. അതാണ് അവരുടെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്, അതത് വകുപ്പുകളാണ്. അതുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഇനി കാത്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നജീബിനൊപ്പം മുബഷിർ P. അക്ബർ, മലപ്പുറം.